mighty fire fall upon everyone, Lord. Hallelujah. Once again, hallelujah. Hallelujah. May glory. Hallelujah. Hallelujah. Hallelujah, glory. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെയും ജ്ഞാനത്തെയും ഉന്നതത്തിലും അയക്കുന്നില്ല എങ്കിൽ എൻ്റെ പിതാവേ ഞങ്ങളുടെ ഹിതം ആരറിയും? ജ്ഞാനം 9:17 വചനം ഇവിടെ മാംസം ധരിക്കട്ടെ. ജ്ഞാനത്തെയും ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിലും അയച്ചു നൽകണമേ. അങ്ങനെ ഞാൻ അവിടുത്തെ ഹിതം അറിയട്ടെ, അവിടുത്തെ ജനങ്ങളുടെ ഹിതം അറിയട്ടെ. പിതാവേ, അങ്ങയുടെ വഴികൾ തിരിച്ചറിയട്ടെ ദൈവമേ. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളെ പരിപൂർണമായി സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ഹൃദയത്തിൻ്റെ ഭാരങ്ങളോടെ, ഞെരുക്കങ്ങളോടെ, നമ്മുടെ എല്ലാ ആകുല ചിന്തകൾ, നമ്മുടെ മനസ്സിനെ ഭരിക്കുന്ന അസ്വസ്ഥതകൾ എല്ലാം അടിയറപ്പിക്കാത്തവൻ്റെ സന്നിധിയിൽ ഈ നിമിഷം നീയും നിന്റെ ദൈവവും മാത്രമായിരിക്കട്ടെ. നിന്റെ ഭാരങ്ങളല്ല, നിന്റെ മനസ്സിൻ്റെ ഉത്കണ്ഠകളോ ആകുലചിന്തകളോ അല്ല ഇപ്പോൾ നിന്നെ നയിക്കേണ്ടത്. Let the Holy Spirit come upon you right now. അവിടുത്തെ പരിശുദ്ധാത്മാവ് നിന്നിൽ വരാൻ നീ സമ്മതിക്കുക. യേശു വാഗ്ദാനം നൽകി, Book of Acts 1:8, you will receive power. The Holy Spirit has come upon you. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും. നിന്റെ സൗഖ്യത്തിന്, നിന്റെ സമാധാനത്തിന്, നിന്റെ രക്ഷയ്ക്ക്, നിന്റെ വിടുതലിന് നിന്റെ മുമ്പിൽ ഒരു വഴിയേ ഉള്ളൂ. പിതാവ് അയക്കുന്ന അവിടുത്തെ പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കുക. നിന്റെ ഹൃദയത്തിൽ അവിടുന്ന് വരാൻ നീ സമ്മതിക്കുക. സ്വീകരിക്കാൻ നിന്റെ ഹൃദയം തുറന്നു കൊടുക്കുക. നിന്റെ പാപങ്ങളും നിന്റെ ഭാരങ്ങളും നിന്റെ മനസ്സിലുള്ള വിദ്വേഷവും വെറുപ്പും പകയും എല്ലാം നിന്റെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുകയാണെന്ന് അറിയുക. ദൈവത്തെ അന്വേഷിക്കുന്നവൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ അവിടുത്തെ മുമ്പിൽ തന്നെ താഴ്ത്തി സമർപ്പിക്കട്ടെ. നീ വെറും ഒരു മണ്ണാണ്, നീ വെറും ഒരു കൃമിയാണെന്ന് തിരിച്ചറിയുക. എന്നാൽ ദൈവം, അത്യുന്നതനായ ദൈവം, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവം, സർവചരാചങ്ങളുടെയും ഉടയവനായ ദൈവം, സകല ജീവന്റെയും ഉറവിടമായ ദൈവം, സകല മർത്യർക്കും ജീവൻ കൊടുത്തവനായ ദൈവം, അവിടുന്ന് മാത്രം. നീ അവിടുത്തെ മുമ്പിൽ വെറും ഒരു പൊടി മണ്ണ് പോലുമല്ല. ആ ദൈവത്തിന് മുമ്പിൽ അഹങ്കരിക്കാതെ നിന്നെ തന്നെ താഴ്ത്തി എളിമപ്പെടുത്തി സമർപ്പിച്ചുകൊണ്ട്, ഞാൻ പാപിയാണ് ദൈവമേ, എന്നോട് കരുണ തോന്നണേ എന്ന് ഏറ്റുപറയാൻ തയ്യാറായാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാകും. ദൈവത്തിന് നന്ദി പറയാം. പ്രദേശം അത്ഭുതങ്ങളുടെ ഒരു ജപമാല എന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കർത്താവ് നമുക്ക് നൽകിയ അവസരം. ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ശുശ്രൂഷയുടെ ഒരു മഹത്വം എന്ന് പറയുന്നത്, ഇതിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി വിശ്വാസപൂർവം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരമുണ്ടായിരിക്കും. കാരണം ദൈവമാതാവിലൂടെ ദൈവം അയക്കുന്ന അനുഗ്രഹം, ഈ ശുശ്രൂഷ ഏറ്റവും വലിയ മഹത്വം അതാണ്. ഏതെല്ലാം കാര്യങ്ങൾ കൊണ്ട് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ അതിനെല്ലാം ഉത്തരമുണ്ട്.
കാരണം നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധ അമ്മ ഈ ശുശ്രൂഷയിലുടനീളം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും നിങ്ങളുടെ ഭവനങ്ങളിലും ഉണ്ടാകും, അനുഗ്രഹിക്കാൻ കടന്നു വരും. അത് രോഗസൗഖ്യത്തിൻ്റെ മേഖലയിലാകട്ടെ, അതല്ലെങ്കിൽ മറ്റുള്ള അനുഗ്രഹത്തിൻ്റെ മേഖലയിലാകട്ടെ, ഇവിടെ എല്ലാം ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഇന്നുണ്ടാകുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കണം, ഇങ്ങനെ വിശ്വസിക്കണം. ഇന്ന് ഈ ശുശ്രൂഷയിൽ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഞാൻ എന്നോട് സ്വയം പറയണം, ഇന്ന് എൻ്റെ ജീവിതത്തിൽ കർത്താവ് എനിക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. കാരണം ഇത് അത്ഭുതങ്ങളുടെ ജപമാല ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. നിങ്ങളിരിക്കുന്ന നിങ്ങളുടെ സ്വന്തം ഭവനത്തിലാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ ആത്മാവ് ഇത് എല്ലാം നിർവഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികമായി നിങ്ങൾ ചെയ്തു തരാൻ കഴിയുന്ന ശക്തനായവൻ നിന്റെ ഉള്ളിലുള്ളത് കൊണ്ട് നീ വിശ്വസിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിൻ്റെ വലിയ ജീവിതത്തിൽ ഒരു വിടുതലായിട്ട് കടന്നു വരികയാണ്. രോഗസൗഖ്യമോ മറ്റുള്ള അനുഗ്രഹത്തിൻ്റെ മേഖല എന്തുമാകട്ടെ. റോമാലേഖനം 8-ാമത്തെ അധ്യായം 14 വചനം, റോമൻസ് 8:14, ദൈവ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ഇത് വലിയൊരു പ്രഖ്യാപനം, വെളിപ്പെടുത്തലാണത്. ദൈവ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ദൈവ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം, those who are led by the Spirit of God are the children of God. Amen. Hallelujah. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ വരികയാണ്, ആർ യു ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്? നീ ദൈവത്തിൻ്റെ ആത്മാവിൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണോ? നമ്മളെപ്പോഴും നമ്മൾ പറയും, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്, കാരണം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ബൈബിൾ വായിക്കുന്നു, പള്ളിയിൽ പോകുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷെ അവിടെ ചോദ്യം വരികയാണ്, നീ യഥാർത്ഥത്തിൽ ഒരു ദൈവ മകനാണോ, ദൈവമകളാണോ? ദൈവം നമ്മളെ സൃഷ്ടിച്ചത് കൊണ്ട് മാത്രം നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ ആകുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പദവിയാണ്, പുത്രത്വം എന്ന പദവി. ആ അവസ്ഥയിലേക്ക് നാം എടുത്തുയർത്തപ്പെട്ടിട്ടുണ്ടോ? ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ്, എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ഒരു ദൈവത്തിൽ നിന്നാണ് എല്ലാവരും ഉണ്ടായിട്ടുള്ളത്, ഒരു മനുഷ്യനിലൂടെ എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടു. പക്ഷെ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് യഥാർത്ഥമായ ദൈവത്തിൻ്റെ മക്കൾ. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുക. നമ്മൾ ബൈബിളിൽ പഴയ നിയമമൊക്കെ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും, ദൈവത്തിൻ്റെ ദാസന്മാർ, പ്രത്യേകിച്ച് മോശ ഒരു ജനത്തെ നയിച്ചവനാണ്. മോശയെ കർത്താവ് ദൈവം മോശയുടെ 80-ാമത്തെ വയസ്സിൽ മിദ്യാൻ ദേശത്തു നിന്നും കർത്താവിന് പ്രത്യക്ഷപ്പെട്ട് അവനെ ഈജിപ്തിലേക്ക് തിരിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. ഫറവോയുടെ അടിമത്തിൽ കിടന്ന് തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ കർത്താവ് മോശയെ നിയോഗിക്കുകയാണ്. മോശയെ ആത്മാവിൽ ശക്തിപ്പെടുത്തി മോശയിലൂടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ഫറവോയ്ക്ക് ദൈവം കാണിച്ചു കൊടുക്കുകയാണ്, ശക്തനായ ഒരു ദൈവമാണ് ഇവരെ നയിക്കാനുള്ളത്. ജനങ്ങൾ ദൈവത്തെയല്ല കണ്ടത്, മോശയാണ് കണ്ടത്. മോശ പറഞ്ഞത് അവർ ഇസ്രായേൽ ജനം വിശ്വസിച്ചു. അവർ മോശയെ അനുസരിച്ച് മോശയുടെ കൂട്ടത്തിൽ അവർ യാത്ര ചെയ്യുകയാണ് ആ മരുഭൂമിയിലൂടെ. പക്ഷെ ആരെല്ലാം മോശയെ വിശ്വസിച്ച് മോശയെ അനുസരിച്ച് വിധേയപ്പെട്ട് കടന്നുപോയോ അവരെയൊക്കെ ദൈവം സംരക്ഷിച്ചു. അല്ലാത്തവരൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പല രീതിയിൽ അവരൊക്കെ വധിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെ മോശ എന്നൊരു വ്യക്തിയാണ് അവരെ നയിച്ചത്. മോശയെ നയിച്ചത് ആരാണ്? ദൈവത്തിൻ്റെ ആത്മാവാണ്, ദൈവത്തിൻ്റെ കരമാണ്. അതല്ലെങ്കിൽ നമ്മൾ കാണാം ജോഷുവ മോശയ്ക്ക് ശേഷം ഇസ്രായേലിനെ നയിച്ച, ഇസ്രായേൽക്കാരെ കാനാൻ ദേശത്ത് പ്രവേശിപ്പിച്ച വ്യക്തിയാണ് ജോഷുവയിൽ കുടികൊണ്ട ദൈവത്തിൻ്റെ ആത്മാവ് മൂലം ഇസ്രായേൽ ജനം ജോഷുവയെ വിശ്വസിച്ചു.
ജോഷുവയെ നയിക്കുന്നത് കർത്താവ് ദൈവമാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞ് ജോഷുവ പറഞ്ഞതൊക്കെ അനുസരിക്കാൻ അവർ തയ്യാറായി. ആ ജനതയാണ്, ആ പുതിയ തലമുറയാണ് കാനാൻ ദേശത്ത് പ്രവേശിച്ച് പുതിയ ഇസ്രായേലായിട്ട് മാറിയത്. ഇപ്പോൾ നമ്മൾ കാണുകയാണ്, ഇതുപോലെ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ ഏലിയ. പക്ഷെ ഇവിടെ മോശയും ജോഷുവയാണ് നമ്മൾ കാണുന്നത്. അതല്ലെങ്കിൽ കർത്താവ് ദൈവം വിളിച്ച സാവൂൾ രാജാവ്, ആദ്യത്തെ രാജാവാണ്, ഇസ്രായേൽ ആദ്യത്തെ രാജാവാണ് സാവൂള്. പിന്നീട് ദാവീദിനെ ദൈവം വിളിക്കുന്നു. പിന്നീട് ന്യായാധിപന്മാരെ നമ്മൾ കാണുന്നു, പല പ്രവാചകന്മാരെ അയക്കുന്നുണ്ട് ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ പഴയ നിയമപുസ്തകം നമ്മൾ വായിക്കുന്ന ഇതാണ്, ദൈവം ചില മനുഷ്യരെ തിരഞ്ഞെടുത്ത് ആ മനുഷ്യരിലൂടെ തൻ്റെ ജനത്തെ നയിച്ചു. എന്നാൽ ഇവിടെ പൗലോസ് നമ്മൾ പറയുകയാണ്, റോമ 8:14 വചനം പറയുകയാണ്, ദൈവ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവമക്കൾ. അത് പഴയ ഇസ്രായേലിന് കിട്ടിയ വിളിയേക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠമായ ഒരു വിളിയെക്കുറിച്ചാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്. കാരണം ഒരുവൻ ദൈവാത്മാവിൽ നയിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ പറഞ്ഞു കഴിഞ്ഞു, അവൻ്റെ പദവി എന്താണ്? അവൻ ദൈവപുത്രൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. ഹല്ലേലൂയ. പക്ഷെ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ പ്രവാചകന്മാർ നയിച്ച ജനം അവർ ദൈവപുത്രന്മാരെന്ന് പറയാൻ ഒരിക്കലും അവർക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം അവർ പലപ്പോഴും അവിശ്വസ്തരായിരുന്നു. മോശ നയിച്ച ആ പഴയ തലമുറ മുഴുവൻ അവർക്ക് ആർക്കും കാനാൻ ദേശത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ അവിശ്വാസവും അവിശ്വസ്തയും മൂലം അനുസരണക്കേട് നിമിത്തം അവർ തള്ളപ്പെട്ടു പോയി. അവരെല്ലാം മരുഭൂമിയിൽ മരിച്ചു വീണവരാണ്. പിന്നീട് വന്ന അവരുടെ മക്കളായ യോശുവ നയിച്ചതായ ഇളം തലമുറയാണ് കാനാൻ ദേശത്ത് സ്വന്തമാക്കുന്നത്. അങ്ങനെ യോശുവയോ മോശയോ അല്ല മറ്റുള്ളവരോ നയിച്ചതുകൊണ്ട് അവരാരും ദൈവപുത്രന്മാരായിട്ട് മാറിയെന്ന് വചനം പറയുന്നില്ല. എലീശ പ്രവാചകന്റെ ദാസനായിരുന്ന ഗേഹസി, അവൻ എലീശയുടെ കൂട്ടത്തിൽ നടന്നവനാണ് ഗേഹസി. ഒരുപക്ഷെ അവൻ വിശ്വസനായിരുന്നെങ്കിൽ എലീശായിൽ നിറഞ്ഞിരുന്ന അഭിഷേകം അതിന് പിന്തുടർച്ച ലഭിക്കേണ്ടിയിരുന്ന ഗേഹസിക്ക് ആയിരുന്നിരിക്കാം, അവൻ വിശ്വസനായിരുന്നെങ്കിൽ. പക്ഷെ അവൻ്റെ ധനമോഹം, അവൻ്റെ ലോകമോഹം അവനെ കുഷ്ഠരോഗിയാക്കി മാറ്റി. അവൻ ശാപം വരുന്നവനായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇവിടെ വചനം പറയുകയാണ്, those who are led by the Spirit of God are the children of God. ദൈവ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. മറ്റുള്ളവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദൈവ ആത്മാവിനാൽ നയിക്കപ്പെട്ട ഒരുവൻ ദൈവപുത്രൻ എന്ന സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അവനതിലായിക്കഴിഞ്ഞാൽ അവൻ രക്ഷ പ്രാപിച്ചവനാണ്. പിന്നെ അവൻ നാശത്തിലേക്ക് ഒരിക്കലും പോകുന്നില്ല. ഏതൊരു വ്യക്തിയാണോ ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്നത്, ഏതൊരു വ്യക്തിയുടെ മേലാണോ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സമ്പൂർണ്ണമായ അധികാരവും ആധിപത്യവും ഉറപ്പിക്കപ്പെടുന്നത്, ആ വ്യക്തിയാണ് ആത്മാവ് നയിക്കുന്നത്. അവൻ ഒരിക്കലും പിന്നെ നാശത്തിലേക്ക് അവൻ പോകില്ല. കാരണം അപ്രകാരം ഒരുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്ന് കുടികൊണ്ടുകൊണ്ട് അവനെ നയിക്കുന്നുണ്ട് എങ്കിൽ ആ വ്യക്തി പാപത്തെ ഉപേക്ഷിച്ചവനായിരിക്കും. ഒരിക്കലും ഒരു പാപിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് വസിക്കുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഒരിക്കലും ഒരു പാപിയെ നയിക്കുന്നുമില്ല. പാപിയെ നയിക്കുന്ന ആരാണ്? പാപമാണ്. പാപത്തിലൂടെ പിശാച് നയിക്കുക, അല്ലെ അശുദ്ധാത്മാക്കൾ നയിക്കുകയാണ് ഒരു പാപിയെ. എന്നാൽ പരിശുദ്ധാത്മാവുള്ള ഒരുവനെ അവനിലുള്ള പാപത്തെ നശിപ്പിച്ച് എന്ന് പറഞ്ഞാൽ അവൻ പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ച് പാപത്തെ ഉപേക്ഷിച്ച് അവൻ തന്നെ ദൈവത്തിന് തന്നെ വിശുദ്ധീകരിച്ച് കഴിയുമ്പോഴാണ് ഒരുവനിൽ പരിശുദ്ധാത്മാവ് വന്ന് വസിക്കുന്നത്. ഒരു പാപിൽ ഒരിക്കലും ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കില്ല. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച മനുഷ്യൻ, ഇപ്പം ജ്ഞാനസ്ഥാനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. ആ ചെറുപ്പകാലത്ത് സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് അവൻ സ്വീകരിച്ചത്. പക്ഷേ അവൻ്റെ പാപങ്ങളിലൂടെ ആ പരിശുദ്ധാത്മാവിനെ അവൻ നിർവീര്യമാക്കി നഷ്ടപ്പെടുത്തി കളഞ്ഞു. ആ വ്യക്തിയെ നയിക്കുന്ന ഒരിക്കലും പരിശുദ്ധാത്മാവ് അല്ല. ഇനി ആ വ്യക്തി പിന്നീട് പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ച് അവൻ വീണ്ടും ദൈവത്തിന് മുമ്പിൽ മാഫരിയെന്ന് പ്രാർത്ഥിച്ച് ഒരുപക്ഷെ വീണ്ടും മറ്റുള്ളവരുടെ കൈവപ്പിലൂടെയോ വചനത്തിലൂടെയോ അഭിഷേക പ്രാർത്ഥനയിലൂടെ വീണ്ടും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അവൻ വിശ്വസ്തനായിട്ട് പിന്നെ ജീവിക്കുന്നുവെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കും, അവനെ വഴി നടത്തിക്കൊണ്ടേയിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചൊരുവൻ വീണ്ടും ലോകത്തെ സ്നേഹിക്കാൻ പോയാൽ അവിടെ പരിശുദ്ധാത്മാവ് അവന് നഷ്ടപ്പെട്ടു പോവുകയാണ്, അഭിഷേകം നഷ്ടപ്പെട്ടു പോവുകയാണ്, ആത്മാവിൻ്റെ നടത്തിപ്പ് നഷ്ടപ്പെട്ടു പോവുകയാണ്.
ഏത് മനുഷ്യരായിക്കൊള്ളട്ടെ, അത് സുവിശേഷകന്മാരോ പുരോഹിതന്മാരോ കന്യാസ്ത്രീകളോ ഏത് അധികം ആരും ആയിക്കൊള്ളട്ടെ, അവർ വിളിക്കപ്പെട്ടവരെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവുള്ളവരും ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരുമായിരിക്കണം. എങ്ങനെയാണ് ആത്മാവ് ഒരുവനെ നയിക്കുന്നത്? ഇപ്പൊ പരിശുദ്ധാത്മാവിനെ നമ്മൾ കാണുന്നില്ല. പ്രവാചകന്മാരെ കണ്ടുകൊണ്ട് കാണും. ആ ജനം അവരെ കണ്ടത്, മോശയെ കണ്ടു, ജോഷുവയെ കണ്ടു, അവരൊക്കെ അന്ന് ആ ജനം കണ്ടിരുന്നു, അവരെ കണ്ടുകൊണ്ട് കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ട് കാണുന്നില്ല. കാരണം പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരുവനിലേക്ക് കടന്നു വരുന്നത് ആരും കാണുന്നില്ല. ഒരുപക്ഷെ ഒരുവന് അനുഭവിച്ചറിയാൻ സാധിക്കും, എൻ്റെ മേൽ ആത്മാവ് ഇറങ്ങി വരുന്നു. ഒരുപക്ഷെ ചില സന്ദർഭങ്ങൾ അനുഭവിച്ച് അറിയാൻ സാധിക്കും. പക്ഷെ അവനത് കാണണമെന്ന് നിർബന്ധമില്ല. പിന്നെ എങ്ങനെയാണ് അറിയുന്നത് എനിക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് എങ്ങനെയാണ് അറിയുന്നത്? ഒരുവൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. പാപകരമായ അവസ്ഥയിൽ ജീവിച്ചിരുന്നവൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്പർശനം കിട്ടുന്ന ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോഴോ, ഇല്ല അവൻ ദൈവത്തിന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴോ, അവൻ ദൈവത്തിൻ്റെ വചനം വായിച്ചപ്പോഴോ, വചനം പഠിച്ചപ്പോഴോ അവന് ലഭിച്ച ചില സ്പർശനങ്ങളുണ്ട്, അവൻ ലഭിച്ച ചില വിടുതലുകളുണ്ട്. അവൻ കിടന്ന പാപത്തിൻ്റെ ശക്തികൾ വിട്ടുപോവുകയും അവിടെ ദൈവത്തിൻ്റെ കരം അവനിലേക്ക്, ദൈവത്തിൻ്റെ ആത്മാവിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവൻ ലഭിച്ചൊരു സ്വാതന്ത്ര്യമുണ്ട്. പാപം ചെയ്യുവാനുള്ള ആസക്തി നഷ്ടപ്പെട്ടു പോകുന്നു. ദൈവത്തെ സ്നേഹിക്കുവാനുള്ളൊരു കൃപ ലഭിക്കുന്നു. ഇതെല്ലാം ആത്മാവിൻ്റെ സ്പർശം കിട്ടുന്ന തെളിവുകളാണ് ഇതെല്ലാം. എന്നാൽ അതിനപ്പുറത്താണ്, അതിൻ്റെ അടുത്ത തലങ്ങളാണ്. ഒരുവനിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിയുമ്പോൾ ആ വ്യക്തി അന്യഭാഷ സംസാരിക്കുന്നു, ദർശനങ്ങൾ കാണുന്നു, പ്രവചനങ്ങൾ നടത്തുന്നു. ഇതൊക്കെ കൂടിത്തലങ്ങളാണ്. ഞാൻ പറയുന്നത് ഒരു സാധാരണ മനുഷ്യനെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇവൻ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് തന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ സ്നേഹിച്ചുകൊണ്ട് ആ ആത്മാവ് തന്നെ നയിക്കുവാനും തന്നെ നിയന്ത്രിക്കുവാനും അവൻ അനുവദിക്കുമ്പോൾ മാത്രമാണ് ഇവൻ ദൈവത്തിൻ്റെതായിട്ട് മാറുക. ഒരുവൻ്റെ ഹൃദയത്തിൽ ലഭിക്കുന്ന പ്രചോദനങ്ങൾ, ഇൻസ്പിറേഷൻസ്, നല്ല പ്രചോദനങ്ങൾ, അത് തിരിച്ചറിഞ്ഞ് അത് ദൈവത്തിൻ്റെതാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ അനുസരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ദൈവാത്മാവിൻ്റെ നിയന്ത്രണം കടന്നു വരികയാണ്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നു, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തിൻ്റെ സ്വരത്തിന് ചെവി കൊടുക്കാത്തത് കൊണ്ട് ദൈവാത്മാവിന് ഇങ്ങനെയുള്ള പ്രചോദനങ്ങൾ മനുഷ്യനിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ അവൻ തിരിച്ചറിയുന്നില്ല. കാരണം അവൻ്റെ ശ്രദ്ധ മുഴുവൻ പലപ്പോഴും ലോകത്തിലാണ്. ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് അവനോട് പലപ്പോഴും സംസാരിക്കുന്നു, അവന് ഉൾപ്രേരണകൾ കൊടുക്കുന്നു, നല്ല പ്രചോദനം കൊടുക്കുന്നു, നല്ല ഉൾക്കാഴ്ചകൾ കൊടുക്കുന്നു. പക്ഷെ ഇതൊന്നും തിരിച്ചറിയാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം അവന് ബുദ്ധിയിലുള്ള അന്ധകാരം അതൊക്കെ അവൻ ഒരു ലൗകികമായിട്ട് എടുക്കുകയാണ്. അവന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഉണ്ടോ മനസ്സിലാക്കുന്നില്ല. എന്നാൽ ഒരു ദൈവ മനുഷ്യനാകട്ടെ, ഒരു ആത്മീയ മനുഷ്യനാകട്ടെ, ഇതെല്ലാം വേർതിരിച്ചറിയുകയാണ്. എന്തുകൊണ്ടാണ് അവൻ ആത്മീയ മനുഷ്യൻ ഞാൻ പറഞ്ഞത്? പാപമില്ലാത്തൊരു മനുഷ്യൻ ആത്മീയ മനുഷ്യനാണ്. അവന് മാത്രമേ തന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. ഉള്ളിൽ വിദ്വേഷവും വെറുപ്പുമായിട്ട് ജീവിക്കുന്ന ഒരുവൻ ഒരിക്കലും സാധിക്കത്തില്ല, ദൈവാത്മാവിൻ്റെ പ്രവൃത്തികൾ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ജഡികമായ ആസക്തിയിൽ ജീവിക്കുന്ന ഒരിക്കലും സാധിക്കത്തില്ല. ഒരുവൻ്റെ കണ്ണ് ദുഷിച്ച കണ്ണുകളാണ്, അവൻ എപ്പോഴും ദുഷിച്ച കാര്യങ്ങൾ കാണുന്നു, അവൻ്റെ ചിന്തകൾ ദുഷിച്ചതാണെങ്കിൽ ഒരിക്കലും അവൻ ദൈവാത്മാവിൻ്റെ പ്രവൃത്തികളെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. മറ്റുവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ നാം തിരിച്ചറിയണമെങ്കിൽ ഹൃദയം നിർമ്മലമാകണം, ഹൃദയം വിശുദ്ധമായിരിക്കണം. അശുദ്ധമായ ഹൃദയത്തിൽ ഒരിക്കലും ദൈവത്തിന് ആത്മാവ് പ്രവർത്തിക്കത്തില്ലെന്ന് മാത്രമല്ല, അവൻ എത്ര പ്രാർത്ഥിച്ചാലും ശരി അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശം അനുഭവിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ഒരു നിർമ്മലമായൊരു പാത്രം, നിർമ്മല ഹൃദയം, അവിടെ കടന്നു വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് തന്നോട് സംസാരിക്കുവാനും തന്നെ നയിക്കുവാനും ഒരുവൻ അനുവദിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ സംപ്രീതനാവുകയാണ്. ഹല്ലേലൂയ.
സ്വന്തം ഇഷ്ടങ്ങൾ അനുവർത്തിക്കാൻ പോകുമ്പോൾ അവൻ ദൈവത്തിന് ആത്മാവിന് ചെവി കൊടുക്കുന്നില്ല, സ്വരത്തിന് ചെവി കൊടുക്കുന്നില്ല. നാം പലപ്പോഴും ബൈബിൾ വായിക്കുന്ന വചനമുണ്ട്, പഴയ നിയമത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ വിളിച്ചു, നീ വിളി കേട്ടില്ല. ഞാൻ നിന്നെ വിളിച്ചു, നീ വിളി കേട്ടില്ല. എപ്പോഴാണ് വിളിച്ചത്? എത്രയോ പ്രാവശ്യം ദൈവം വിളിച്ചൊരു ഹൃദയത്തിൽ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ ബാലനായ സാമുവേല് അവൻ ഏലി പുരോഹിതന്റെ ഭവനത്തിലായിരിക്കുമ്പോൾ, അവൻ ദേവാലയത്തിൽ ബലിപീഠത്തിന് അരികില് ദേവാലയത്തിൽ വിളക്ക് കത്തി ആ രാത്രിയിൽ അവൻ അവിടെയാണ് കിടന്നുറങ്ങുന്നത്. അവൻ ഒരു രാത്രിയിൽ അവൻ സ്വരം കേൾക്കുകയാണ്, ശമൂവേൽ ശമൂവേൽ. അവൻ കേട്ടത് നേർത്തൊരു സ്വരമാണ്. അവൻ ഉറക്കത്തിലാണ് കേൾക്കുന്നത്. അവൻ ചാടി എഴുന്നേറ്റു. അവൻ വിചാരിച്ചു തന്നെ വിളിച്ചത് ഏലി പുരോഹിതനെ വിളിച്ചു. ഓടിച്ചെന്ന് ചോദിക്കുക, അങ്ങനെ വിളിച്ചോ? ഏലി പറഞ്ഞു, ഞാൻ തന്നെ വിളിച്ചില്ല, ഇപ്പം കിടന്നോളാൻ പറഞ്ഞു. അവൻ വീണ്ടും വന്ന് കിടന്നു. വീണ്ടും ഉറക്കത്തിൽ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഒരു ശബ്ദം, വളരെ നേർത്തൊരു ശബ്ദമാണ്, ശമൂവേൽ ശമൂവേൽ. ഒരു അത്രയും ശാന്തമായിട്ടുള്ള വിളിയായിരിക്കും അവൻ കേട്ടത്. അപ്പോഴും ചാടി എഴുന്നേറ്റു. കാരണം അവിടെ തന്നെ വിളിക്കാൻ വേറെ ആരുമില്ല. അവൻ ഓടി ചെല്ലുകയാണ്. ചോദിക്കുക, പുരോഹിതനോട് ചോദിക്കുക, അങ്ങനെ വിളിച്ചോ? ഞാൻ നിന്നെ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. മൂന്നാം പ്രാവശ്യവും സാമുവേൽ കേട്ടു ആ വിളി. നോക്കണപ്പോഴേ ദൈവം വേറെ ഒന്നുകൂടെ പറയുന്നില്ല. സാമുവേലെ വിളിച്ചത് ആരോ ഒന്നും സാമുവേലോട് പറയുന്നില്ല, ആ പേര് മാത്രമാണ് വിളിക്കുന്നത്. പക്ഷെ ആ വിളി കേട്ടപ്പോൾ എന്താ സാമുവേൽ എന്താ വിചാരിച്ചത്? ബാലനാണ് അവൻ എന്താ വിചാരിച്ചത്? തന്നെ വിളിച്ചത് ഏലി പുരോഹിതനാണെന്ന് വിചാരിച്ചു. അവൻ ഓടിച്ചെല്ലുകയാണ്. അപ്പോൾ പുരോഹിതൻ പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല, പക്ഷെ ഒരു കാര്യം, ഇനി നിന്നെ വിളിച്ചാൽ നീ പറയണം, കർത്താവേ ഇതാ ദാസൻ ശ്രവിക്കുന്നു, അല്ല ചെയ്താൽ. എന്തുകൊണ്ടാണ് ഏലി എങ്ങനെ പറഞ്ഞത്? എനിക്ക് മനസ്സിലായി ഈ കുഞ്ഞിനെ വിളിച്ചത് കർത്താവാണ്. ഹല്ലേലൂയ. അത് ഏലി പുരോഹിതന് മനസ്സിലായി. അതുകൊണ്ടാണ് അടുത്ത വിളി വന്നു കഴിഞ്ഞപ്പോൾ സാമുവേൽ പറഞ്ഞു, ബാലൻ പറയാണ്, കർത്താവേ ഇതാ ദാസൻ ശ്രവിക്കുന്നു, അല്ല ചെയ്താൽ. അവിടെ മുതലാണ് പുരോഹിതരെ നോക്കണമേ, 3 പ്രാവശ്യം ഈ വിളി കേട്ട് സാമുവേല് ഏലി പുരോഹിതന്റെ അടുക്കലേക്ക് ഓടിപ്പോവുകയാണ്. കാരണം അവന് ദൈവത്തെക്കുറിച്ചൊന്നും അറിയില്ല. അവനായിരിക്കും ദൈവത്തിൻ്റെ ആലയത്തിൽ ആ ബലിപീഠത്തിന് അടുത്താണ് കിടക്കുന്നത്. പക്ഷെ അവൻ ദൈവത്തെക്കുറിച്ച് ഒന്നും വെളിപ്പെടുത്തലൊന്നും കിട്ടിയിട്ടില്ല, ഉണ്ടായിരുന്നില്ല. പക്ഷെ എപ്പോൾ ഏലി പറഞ്ഞു ഇനി നിന്നോട് വിളിച്ചു കഴിഞ്ഞാൽ നീ പറയണം, കാരണം ഏലിക്ക് മനസ്സിലായി കർത്താവാണ് വിളിച്ചത്. എന്തുകൊണ്ട് ഏലി മനസ്സിലാക്കിയത്? 1, ഏലി ഒരു പുരോഹിതനാണ്. 2, ഏലി കർത്താവിൻ്റെ സ്വരം കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവനെ വിളിച്ചത് കർത്താവാണ്. തുടർന്ന് അങ്ങോട്ട് നമ്മൾ കാണുന്നത്, പിന്നെ സാമുവേൽ പിന്നെ ഒരു വിളി കിട്ടിയപ്പോഴും വേറെ അങ്ങ് ഓടിപ്പോകുന്നില്ല. ഓരോ പ്രാവശ്യം പിന്നെ അതിന് ശേഷമുള്ള സാമുവേലിന്റെ ജീവിതം മുഴുവനും സാമുവേലും ദൈവവുമായുള്ള ബന്ധമാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ബന്ധം അത് ദൈവവുമായിട്ടുള്ള ആക്കി തീർക്കണം. പലപ്പോഴും സംഭവിക്കുകയാണ്, ദൈവം ഒരുവനിലേക്ക് ദൈവത്തിന് ആത്മാവ് വന്നു കഴിയുമ്പോൾ അതവന് മനസ്സിലായാൽ പോലും തന്നിൽ വസിക്കുന്ന ദൈവമായ ഒരു വ്യക്തിബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ സാധിക്കുന്നില്ല. അപ്പോഴും അവനെന്താ ചെയ്യുന്നത്? മറ്റുള്ള മനുഷ്യ സഹായം തൊടാൻ വേണ്ടി പോകും. അതുകൊണ്ട് തന്നെ തന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവുമായിട്ടൊരു വ്യക്തിബന്ധം അവൻ ഉണ്ടാകുന്നില്ല. അപ്പോഴും അവൻ്റെ പ്രത്യാശ സഹായം എവിടെയാ? മറ്റു മനുഷ്യരാ. ദൈവത്തിൻ്റെ ഒരു സ്വരം കേട്ട് കഴിഞ്ഞാൽ ആ സ്വരം അത് അവന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ദൈവത്തിൻ്റെ സ്വരമാണോ അത്? നമ്മൾ തിരിച്ചുപയോഗിച്ചറിയണം. അത് സമയമെടുക്കും. പ്രാർത്ഥനയിലൂടെ, വിശുദ്ധമായ ജീവിതത്തിലൂടെ നമ്മൾ ആ സ്വരം നമ്മൾ തിരിച്ചറിയാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ പോയി കഴിയുമ്പോൾ അവിടെ 100 അഭിപ്രായങ്ങൾ വരും. അതിനെ വിമർശിക്കുന്നവരായിരിക്കും ഒരുപക്ഷെ നമ്മൾ ഉത്തരം പറയുന്നത്. നിന്റെ തോന്നലാണ്, അല്ലെ പിശാചാണ്. ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ ലോകത്തിൽ നിന്ന് കേട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു? ഈ കേട്ടവന് ഭയമായി, അവൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. പിന്നെ തനിക്കത് കേൾക്കുക വേണ്ട. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വിളി എപ്പോഴും വ്യക്തിപരമായിട്ട്, ദൈവത്തിൻ്റെ ആത്മാവ് ഒരുവരിലേക്ക് വരുന്നത് വ്യക്തിപരമായൊരു ബന്ധമാണത്. അപ്പോൾ തന്നിലേക്ക് വന്ന പരിശുദ്ധാത്മാവിനെ തിരിച്ചറിഞ്ഞ്, ആ പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിന് തിരിച്ചറിഞ്ഞ്, സ്വരമെന്ന് പറഞ്ഞാൽ ഉള്ളിൽ ലഭിക്കുന്ന നല്ല പ്രചോദനങ്ങളാണ്. പാപകരമായ പ്രലോഭനങ്ങൾ വന്നാൽ അത് പിശാച് തിന്മയാണത്. ഒരിക്കലും പരിശുദ്ധാത്മാവിൽ നിന്നും തിന്മ വരില്ല. എപ്പോഴും നന്മയാണ് പരിശുദ്ധാത്മാവ് വരിക. സന്തോഷം, സമാധാനം, സ്നേഹം,
നല്ല ഫലങ്ങളാണ് ദൈവത്തിന് ആത്മാവ് തരുന്നത്. അതിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം ഇത് ആരുടെ പ്രവൃത്തിയാണെന്നുള്ളത്. ഇപ്പൊ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ വന്നു കഴിയുമ്പോൾ ആ വ്യക്തി തന്നിലേക്ക് വന്ന പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ചുകൊണ്ട് ആ വ്യക്തിബന്ധം വളർത്തിയെടുത്ത് തന്നിലേക്ക് വന്നവൻ തന്നിൽ വാസം ഉറപ്പിക്കാൻ തക്കവണ്ണം, തന്നെ ഒരിക്കലും വിട്ടുപോകാതിരിക്കത്തക്കവണ്ണം തനിക്ക് വന്ന പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ച് അവനെ സന്തോഷിപ്പിച്ച് അവനെ പ്രസാദിപ്പിക്കാൻ തക്കവണ്ണമുള്ള പ്രവൃത്തികൾ ചെയ്ത് അപ്പോൾ മാത്രമാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ സ്ഥിരമായി വസിക്കാൻ തുടങ്ങുന്നത്.